നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ലാസ്റ്റ് സ്റ്റേജിന്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്ന് എഴുതിയവർക്കെല്ലാം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നും എത്ര മാർക്ക് സ്കോർ ചെയ്തെന്നും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. പൊതുവിൽ നോക്കുകയാണെങ്കിൽ 3 സ്റ്റേജുകളിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള സ്റ്റേജ് GK പോർഷൻ നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടതെന്നൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 1, പോർച്ചുഗീസിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. അത് സ്ഥിരമായിട്ട് പോർച്ചുഗീസുകാരാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ചോദ്യം നമ്മുടെ ഈ ശ്രീധരമേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. 1510 തുടക്കത്തിൽ അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുത്തു. പോർച്ചുഗലിലെ രാജാവായ ഇമാനുവലിന്റെ പ്രചോദനത്താൽ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഒരു സമുദ്ര പാത കണ്ടെത്താൻ ശ്രമിക്കുന്നു. പോർച്ചുഗീസുകാരുടെ കീഴിൽ കൊച്ചി അതിവേഗം വിശാലവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു പട്ടണമായി വളർന്നു. അവരുടെ നല്ല കാലങ്ങളിൽ അത് ഗോവയ്ക്ക് ശേഷമുള്ള മലബാർ തീരത്തെ ഏറ്റവും മികച്ചതും വലുതുമായ നഗരമായിരുന്നു. ഇത് ഇത്രയും വായിക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനാണ്. ഇതൊഴിച്ച് 1510 അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുത്തു, ഇതൊഴിച്ചിട്ട് ബാക്കി ആരും ഒന്നും കേട്ട് കാണാനായിട്ട് സാധ്യതയില്ല. ചിലതായിട്ട് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിക്കുമ്പോൾ തന്നെ നല്ല കൺഫ്യൂഷൻ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 ആണ്. അടുത്തത്, മാർത്താണ്ഡവർമ്മയെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? 1741 കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. 1757 മാവേലിക്കര ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും കൊച്ചിയും സൗഹൃദ ബന്ധം സ്ഥാപിച്ചു. മണ്ഡപത്തും വാതുക്കൽ എന്നാണ് സേനാ ആസ്ഥാനത്തിന് നൽകിയിരുന്ന പേര്. ഏതാണ് ശരി? ഓപ്ഷൻ 1ഉം 2ഉം അല്ലെ? 1ഉം 2ഉം ആണ് ശരി. 3, വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് താഴെ പറയുന്ന വസ്തുതകൾ ഏതൊക്കെയാണ് ശരി? ആൻസർ ഏതാണെന്ന് മാത്രം പറയാം. ഓപ്ഷൻ ബി ആണ്. only 1 and 2. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് EV രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി. 1924 വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു. 24 വെള്ളപ്പൊക്കം എന്ന് പറയില്ലേ, അത് രണ്ടുമാണ്. അടുത്ത, നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഏതൊക്കെ? പൂർണ്ണ സ്വരാജിന് വേണ്ടി ഗാന്ധി അഹിംസാത്മക സമരം പ്രഖ്യാപിച്ചു. ഗാന്ധിയുടെ ദണ്ഡി മാർച്ച് സബർമതിയിൽ നിന്നും ഗുജറാത്തിന്റെ ഹൃദയഭൂമിയിലൂടെ കടലിലേക്ക്. ഉപ്പിന്റെ പ്രശ്നത്തെ ചുറ്റിപ്പറ്റി നിങ്ങൾ ഒരു നല്ല തന്ത്രം ആസൂത്രണം ചെയ്തു. 1931 ഫെബ്രുവരിയിൽ ഗാന്ധിജിയോട് നെഹ്റു സമ്മതിച്ചു. ഇതിനകത്ത് ഏതൊക്കെയാണ് ബന്ധപ്പെട്ട വസ്തുതകൾ എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം. അടുത്തത്, അഞ്ചാമത്തെ ചോദ്യം, സാമൂഹ്യ സ്ഥാപനങ്ങളുമായി പരിഷ്കാരങ്ങളുമായും ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. ഇത് വായിച്ചെടുക്കാൻ തന്നെ നല്ല സമയം വേണ്ടി വന്ന് കാണും. അതുകൊണ്ട് മിക്കവരും ഇത് സ്കിപ്പ് ചെയ്യാനാണ് സാധ്യത. ഓപ്ഷൻ എ ആണ് ഇത് ശരി. അടുത്ത, മുഗൾ കലയെയും വാസ്തുവിദ്യയും സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. ഇതും കുറച്ച് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. സനാഡുവിലെ ഗുബ്ലൈ ഖാൻ കൊട്ടാരത്തിന്റെ സ്വപ്ന മാതൃകയായ ഫത്തേപൂർ സിക്രി അക്ബർ നിർമ്മിച്ചു. ജഹാംഗീർ ആരംഭിച്ചത് ഇൻഡോ ഇസ്ലാമിക് ബറോക്ക് ശൈലിയാണ്. ആഗ്രയിലെ മോത്തി മസ്ജിദ് ഔറംഗസേബ് നിർമ്മിച്ചതാണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. only 1 and 2. ഇത് രണ്ടുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്തത്, ഇവിടെ കറക്റ്റ് എന്ന് ചോദിച്ചിട്ട് പോലും ഇല്ല. 7, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇത് 3 ശരിയാണ്. അടുത്തത്, എട്ടാമത്തത്, UNOയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. സാൻ ഫ്രാൻസിസ്കോയിൽ പ്രതിനിധീകരിച്ച 50 പ്രാരംഭ അംഗങ്ങളുടെ കാര്യത്തിൽ UN ലീഗ് ഓഫ് നേഷൻസുമായി സാമ്യം പ്രകടമാക്കി. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താനും ഏതെങ്കിലും രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് വിലക്കിയും ലക്ഷ്യങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക സാഹചര്യം സ്ഥാപിക്കുന്നതിൽ സഹകരിക്കാനും ചാർട്ടർ അംഗങ്ങൾ പ്രതിജ്ഞയെടുത്തു. ഡിസംബറിലെ ടെഹ്റാൻ സമ്മേളനത്തിൽ റൂസ്വെൽറ്റ് ചർച്ചിലിനും സ്റ്റാലിനും ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഒരു ലോക കുടുംബത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു. ഇതൊക്കെ തന്നെ ഇംഗ്ലീഷ് ആ ഒരു വേർഷൻ വായിക്കുന്നതായിരിക്കും നമുക്ക് എളുപ്പം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 9, പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രസ്തുതകൾ നോക്കുക. ലോകമെമ്പാടും ഓരോ വർഷവും 400 ദശലക്ഷം ടണ്ണിലധികം പ്ലാസ്റ്റിക്കുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിൽ പകുതിയും ഒരിക്കൽ മാത്രമേ ഉപയോഗിക്കൂ. ഇതൊക്കെ തന്നെ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആയിട്ടാണ് തോന്നുന്നത്. നമുക്ക് ഒരു 1.25 മണിക്കൂർ കൊണ്ട് എഴുതാൻ പറ്റുന്ന രീതിയിലല്ല ക്വസ്റ്റ്യൻ പേപ്പർ. ഓപ്ഷൻ ഡി ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. only 1 and 2. അടുത്തത്, ജോഗ്രഫി ആണ്. ഇവിടെ അന്തരീക്ഷ പാളികളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പുറത്ത് സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. സ്ട്രാറ്റോസ്ഫിയർ, എക്സോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, അയണോസ്ഫിയർ. ആൻസർ മാത്രം പറയാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. 12, ഇന്ത്യയുടെ ദേശീയ ജലപാത NW3 ഇവയ്ക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്നു. അത് ഈസി ചോദ്യമായിരുന്നു അല്ലെ? കോട്ടപ്പുറം, കൊല്ലം. ഓപ്ഷൻ സി. അടുത്തത്, ഇവിടെ ഉപഗ്രഹങ്ങളും ഇപ്പുറത്തെ രാജ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ.
അടുത്ത 14ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ബാബർ ട്രാക്ട് ഒരു കല്ല് കൊണ്ട് പതിച്ച മേഖലയാണ്. ഭങ്കർ പുതിയ അലൂവിയത്തെ പ്രതിനിധീകരിക്കുന്നു. അതിലെ ഖാദർ ഉണ്ടല്ലോ നമ്മുടെ, അത് പഴയ അലൂവിയത്തെ പ്രതിനിധീകരിക്കുന്നു. ടെറായ് അമിതമായി നനവുള്ള ഒരു മേഖലയാണ്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് 1ഉം 4ഉം. താഴെ പറയുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി സൈലന്റ് വാലി. ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആശയം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള സുസ്ഥിര വളർച്ച, അല്ലെ, ഇൻക്ലൂസീവ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. 17 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ ആണ് only 1 and 2. RBI IMF-ൽ ഒരു അംഗമാണ്. 1935 ഏപ്രിൽ 1-നാണ് RBI സ്ഥാപിതമായത്. 18 GSTക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്തുന്നത്? ഓപ്ഷൻ ബി ആണ് IGST, ഇന്റഗ്രേറ്റഡ് GST. അടുത്തത് 19 ഫലപ്രദമായ റവന്യൂ കമ്മി ഏതിന് തുല്യമാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ് റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡ്. 20 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദ ഇന്ത്യൻ എക്കണോമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത്. സർവേയുടെ ബദലാണ് ദ ഇന്ത്യൻ, അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ നോക്കാം. ദ റിപ്പോർട്ട് ടൈറ്റിൽ ദ ഇന്ത്യൻ എക്കണോമി എ റിവ്യൂ ഈസ് an alternative of economic survey 2024 is authored by. ആരാണ് എഴുതിയതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി വി അനന്ത നാഗേശ്വരൻ. 21 സർവീസ് ഡെലിവറി മേഖലയിലെ പ്രതീക്ഷകളും മാനദണ്ഡങ്ങളും വ്യക്തമാക്കി ക്രോഡീകരിക്കുന്ന പൗരന്മാരും സേവന വിതരണദാതാക്കളും തമ്മിലുള്ള പൊതു കരാറുകളെ അറിയപ്പെടുന്ന പേരാണ്. വളരെ കൺഫ്യൂസിംഗ് ആണ്. ഓപ്ഷൻ ബി സിറ്റിസൺ ചാർട്ടർ. ഇതൊക്കെ തന്നെ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എല്ലാം വന്നിരിക്കുന്നത്. 22 NSSO-ന്റെ പൂർണ്ണ രൂപം എന്താണ്? ഓപ്ഷൻ സി ആണ് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. 23 കേരളത്തിലെ അട്ടപ്പാടി മണ്ണ് സംരക്ഷണ പദ്ധതിക്ക് സഹായം ലഭിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ജപ്പാൻ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് ഏജൻസി. അടുത്തത് 24 NREGA സോഫ്റ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി NREGA തൊഴിലുറപ്പ്. 25 ഭരണത്തിലെ ഹ്യൂമൻ റിലേഷൻ തിയറിയുടെ ജന്മസ്ഥലമായി കാണപ്പെടുന്നത്. വിച്ച് ഈസ് ട്രീറ്റഡ് ആസ് ദി ബർത്ത് പ്ലേസ് ഓഫ് ഹ്യൂമൻ റിലേഷൻ തിയറി ഇൻ അഡ്മിനിസ്ട്രേഷൻ. അവിടോട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. ഓപ്ഷൻ ഡി ആണ് വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഹത്രോൺ പ്ലാന്റ്. വളരെ വെറൈറ്റി ചോദ്യം, ആരും എഴുതി കാണത്തില്ല. 26 സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി. എല്ലാവരും എഴുതി കാണും. ഓപ്ഷൻ സി 105. ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ ആരാണ്? ഓപ്ഷൻ എ ആണ് പ്രേം ബിഹാരി നറൈൻ പ്രസാദ. അടുത്ത 28 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 248 എന്തിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ ഡി കൺകറന്റ് ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിയമം നിർമ്മിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരം. 29 ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ആണ് ബീഹാർ. SR ബൊമ്മൈ വി യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 352. കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥമാണ്. ഓപ്ഷൻ സി നാട്യകൽപദ്രുമം. 32 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് കൂടിയാട്ടവും മുടിയേറ്റും. ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തു നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഗ്രീസ്. ഡേവിഡ് കപ്പ് എന്തിനുള്ളതാണ്? ഓപ്ഷൻ ബി ആണ് ടെന്നീസ്. നന്ദനാർ ആരുടെ തൂലികനാമമാണ്? അതായത് വളരെ കടുകട്ടി ചോദ്യത്തിൽ നിന്നും താഴോട്ട് വരുന്തോറും ഒരു ചെറിയ കാറ്റ് വീശുന്നുണ്ട് അല്ലെ. 35 ഓപ്ഷൻ സി PC ഗോപാലനാണ്. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ് കണ്ടം വെച്ച കോട്ട്. ഓണം പരാമർശിക്കുന്ന ഒരു സംഘം കാലഘട്ടത്തിലെ കൃതി. സംഘ കാലഘട്ടത്തിലെ ഓണം പരാമർശിക്കുന്ന കൃതിയാണ്. ഓപ്ഷൻ സി മധുരൈ കാഞ്ചി. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരനാണ്. ഓപ്ഷൻ ഡി CB രാമൻപിള്ള. ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ അജയ്. 40 കേരള കലാമണ്ഡലത്തിന്റെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ ബി ആനന്ദകൃഷ്ണൻ. കമ്പ്യൂട്ടറിൽ ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ്? ഓപ്ഷൻ എ റീഡ് ഓൺലി മെമ്മറി. ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പേരെന്താണ്? ഓപ്ഷൻ സി ആണ് ഇന്റർപ്രറ്റർ. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് 1930. ICANN
ഐ ക്യാൻ എന്താണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻ നെയിംസ് ആൻഡ് നമ്പേഴ്സ്. 45 ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ ഒമേഗലിന്റെ പ്രവർത്തനം 2023 നവംബർ 8 അടച്ചുപൂട്ടി. ഇതിന്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ് ലീഫ് കെ ബ്രൂക്സ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരിൽ ആർക്കാണ് ഭാരതരത്നം ലഭിച്ചത്? ഓപ്ഷൻ ഡി ആണ് ഒൺലി 2, അതായത് APJ അബ്ദുൽ കലാമിന്. 47 ആദിത്യ L1ന്റെ ദൗത്യത്തിലെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ഈ ഒരു ഒന്ന് മാത്രം, സോളാർ അപ്പർ അറ്റ്മോസ്ഫിയറിക്, അതായത് ക്രോമോസ്ഫിയറും കൊറോണയും ചലനാത്മകതയെ കുറിച്ചുള്ള പഠനം. അതുപോലെ 48 ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം ആണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 നിലവിൽ വന്നു. 1980 വനസംരക്ഷണ നിയമം രാജ്യത്തെ വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നു. ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആക്ട് 2020 പ്രകാരം 18/10/2020 ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായി. ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ ആണ് ഓൺലി 1 and 2. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ശനിയുടെ ഉപഗ്രഹമായ വിമാസിനുള്ളിൽ അടുത്തിടെ രൂപം കൊണ്ട സമുദ്രം ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. 3D പ്രിന്റർ യഥാർത്ഥ കാര്യം പോലെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക കോശങ്ങളെ സൃഷ്ടിക്കുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ദുബായിൽ നടന്ന UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2023 ഡിസംബർ 3 അവസാനിച്ചു. നല്ല കട്ടി ചോദ്യമാണ്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാത്തവർക്ക് എഴുതാൻ പറ്റില്ല. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയുമായിരുന്നു GK ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിസ്റ്ററി ചോദ്യം ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ആദ്യത്തെ അതായത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് പാർട്ട് ഇതുപോലെ ഹിസ്റ്ററി ആണ് ആൾക്കാർക്ക് കിട്ടിയതെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാര് തീരുമാനിച്ചു ഞാൻ തോറ്റു എന്ന് തീരുമാനിച്ച ആൾക്കാരായിരിക്കും. കാരണം നോക്കുന്ന സമയത്ത് തന്നെ, ഇങ്ങനെ താഴോട്ട് വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വളരെ കൺഫ്യൂസിങ് ഉള്ള രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മലയാളം വേർഷനാണ് ആദ്യം വായിക്കുന്നതെങ്കിൽ പെട്ടെന്നൊന്നും പിടികിട്ടത്തില്ല. പിന്നെ എക്കണോമിക്സ് ആണെങ്കിൽ ചില ചോദ്യങ്ങൾ എളുപ്പമാണെങ്കിലും കൂടുതൽ ചോദ്യങ്ങളും ടഫ് ആയിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എത്ര മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ താഴെ കമന്റ് ചെയ്യുക. ഇപ്പൊ 3 സ്റ്റേജും കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഏകദേശം ഒരു കട്ട് ഓഫ് എല്ലാത്തിനും എത്ര വരും എന്നുള്ളത് എല്ലാവരും കൂടെ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പൊ പല വേർഷൻസ് ആയിട്ട് പുറത്തു വരും. അപ്പം അതൊക്കെ കേട്ടതിന് ശേഷം ഇനി അധികം സമയമില്ല, മെയിൻസ് ഒക്കെ പഠിച്ചു തുടങ്ങുക. സെക്കൻഡ് പേപ്പർ LSGS ആണെങ്കിൽ സെക്കൻഡ് പേപ്പർ, SA ആണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ പഠിച്ചു തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. സോ എല്ലാം നോക്കിയതിനു ശേഷം നല്ലൊരു തീരുമാനം എടുക്കുക. എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.